ഹായ് ഹലോ, പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ ഒരു വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടില്ല, നമ്മൾ രാവിലെ പോകുന്നത് മുതലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനൊരു 8:30 കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നേരെ ഞാൻ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. അങ്ങനെ ബസ്സൊക്കെ കയറി നമ്മളിവിടെ അടുത്ത് തന്നെ KMK ഹോസ്പിറ്റലിലാണ് ഞാൻ ട്രെയിനിങ്ങിന് കയറിയിരിക്കുന്നത്. അങ്ങനെ നേരെ ബസ്സൊക്കെ കയറിയിട്ട് നമ്മളിവിടെ സ്റ്റോപ്പിൽ ഇറങ്ങി നേരെ നടക്കുവാണ് കേട്ടോ. കുറച്ച് നടക്കാനുണ്ട് ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ നേരെ നടന്ന ഹോസ്പിറ്റലിൽ എത്തി. അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വേഗം നടന്ന് ലാബിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ജാനുവരി വരെയും ഇവിടെ ഫുൾ ഡേ ഇല്ല കേട്ടോ. അതായത് നമുക്ക് ഉച്ച വരെ ഉള്ളൂ. നമ്മൾ 12 മണിയാകുമ്പോൾ പോകട്ടോ ജാനുവരി വരെ. അങ്ങനെ നമ്മൾ എന്നത്തെയും പോലെ തന്നെ 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ലാബിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഡൈനിങ് റൂമിലേക്കാണ് കേട്ടോ പോകുന്നത് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ 4 പേരും കൂടി ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ 4 പേരും ആണ് കേട്ടോ ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഇവിടെ ട്രെയിനിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ കോളേജിലേക്ക് പോവാണ്. ഇത് വന്നിട്ട് പറൂരാണ് കേട്ടോ. നമ്മുടെ KMK ഹോസ്പിറ്റലാണ് ഞങ്ങളിപ്പോൾ വർക്കിന് കയറിയിരിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് കൊടുങ്ങല്ലൂരാണ്. അങ്ങനെ ഞങ്ങൾ നേരെ കോളേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കോളേജിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആനുവൽ ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പ്രാക്ടീസിനും കാര്യങ്ങൾക്കൊക്കെ പോയിക്കുവാണ്. അതുകൊണ്ട് തന്നെ അധികം പേര് ക്ലാസ്സിലുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ ഈ വർഷം പരിപാടികൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒരുപാട് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കോളേജിലെ പരിപാടിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ പരിപാടികൾക്കൊന്നിനും ഇല്ലെങ്കിലും നമുക്ക് കോളേജിൽ എന്തായാലും പോയേ പറ്റൂ. കാരണം അറ്റൻഡൻസ് എന്തായാലും വേണം. ഈ ഓടുന്നത് ഞങ്ങളുടെ ലീഡറാണ് കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞിട്ടാ. അപ്പം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. പോണ വയ്ക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് നേരെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരെ അമ്മ വർക്ക് ചെയ്യുന്ന ഷോപ്പിലേക്ക് കയറും. അവിടെ ഇരുന്നാണ് കേട്ടോ ചെയ്യാറുള്ളത്. അങ്ങനെ നേരെ അവിടെ ഇരുന്ന് വർക്കൊക്കെ ചെയ്ത് നമുക്ക് പറൂര് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നേരെ അമ്മയുടെ ഷോപ്പിൽ ഒരു ഇക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നാണ്. ഇത് വന്നിട്ട് കൊടുങ്ങല്ലൂർ നമ്മുടെ താലപ്പൊലിയുടെ ഒരു പങ്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ നേരെ അതൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബസ് കയറി നേരെ സ്റ്റോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ണിക്കുട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ബിബിൻ ചേട്ടൻ്റെ മോനാണ്. അതുമാത്രമല്ല നമ്മുടെ ഒരു കുഞ്ഞ് സബ്സ്ക്രൈബറും കൂടിയാണ്. കൂടെ ഉള്ളത് പാറു ആണ് കേട്ടോ, ഇവൻ്റെ പെങ്ങളാണ്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഷോപ്പിലിരുന്ന് വർക്ക് ചെയ്തിട്ട് പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാനുള്ളതും കൂടി അവിടെ നിന്ന് ചെയ്ത് പ്രിൻ്റൊക്കെ ആയിട്ടാണ് ഞാൻ വരാറുള്ളത്. അങ്ങനെ പ്രിൻ്റൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കും ചെയ്യണം, അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഡാൻസിനും പോയിട്ട് വേണം വരാനായിട്ട്. അങ്ങനെ നേരെ പ്രിൻ്റൊക്കെ കൊണ്ട് നേരെ വീട്ടിൽ വെച്ചിട്ട് നേരെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഡാൻസ് ക്ലാസ്സിലാണെങ്കിൽ എല്ലാ ചേച്ചിമാരെല്ലാവരും പ്രാക്ടീസിന് എത്തിയിട്ടുണ്ടായിരുന്നു. പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഇവിടുത്തെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി അടുത്ത പ്രാക്ടീസ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള തിരുവാതിര ഉണ്ട്. അതായത് നമ്മുടെ അമ്പലത്തിൽ എല്ലാ കൊല്ലവും നമ്മൾ കളിക്കുന്ന തിരുവാതിരയുടെ പ്രാക്ടീസാണ്. അങ്ങനെ നേരെ ഡാൻസ് ക്ലാസ്സിൽ നമുക്ക് അന്ന് ഡാൻസിനുള്ള സാരിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നേരെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ നേരില്ലാത്തതുകൊണ്ട് തന്നെ ബിസ്ക്കറ്റൊക്കെ നേരെ കൈ പിടിച്ചുകൊണ്ട് നേരെ തിരുവാതിര സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ അമ്പലപ്പറമ്പിലേക്ക്. അങ്ങനെ നേരെ തിരുവാതിര പ്രാക്ടീസ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് കളിക്കുന്ന ഡാൻസ് പ്രാക്ടീസിന് വന്നിട്ടുണ്ടായിരുന്നു. അത് ഫ്രണ്ടിന്റെ വീട്ടിൽ വെച്ചായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ പ്രാക്ടീസിന് വന്നു. ഇത് വന്നിട്ട് ജീവലാണ്. ഇതും നമ്മുടെ കുഞ്ഞ് സബ്സ്ക്രൈബർ ആണ്. അവനും ഒരു ചെറിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അതും കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നേരെ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് നേരെ വർക്ക് ചെയ്യാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തിരക്ക് പിടിച്ച ഒരു കുഞ്ഞു ദിവസം. അപ്പോൾ നെക്സ്റ്റ് ഡേ ബൈ ബൈ.